ദോശമാവൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ടൊരു ഹെൽത്തി ദോശ ഉണ്ടാക്കാം. ഇതൊരു വെറൈറ്റി മുട്ട ദോശയാണ്. അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മുടെ ദോശമാവ് എടുത്തിട്ട് ഇതുപോലൊന്ന് പരത്തി കൊടുക്കുക. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ച് ദോശ ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഒരു മുട്ട എടുത്തിട്ട് ആ ദോശയുടെ മേളിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ മുട്ട നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊരു സ്പൂൺ വെച്ച് ആ ദോശയുടെ എല്ലാ സ്ഥലത്തേക്കും ആകുന്ന രീതിക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുട്ടയുടെ മഞ്ഞ ഭാഗമൊക്കെ പൊട്ടിച്ച് തന്നെ എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ നല്ല രീതിക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. കുരുമുളക് പൊടി ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ആദ്യം ഉപ്പിട്ട് കൊടുക്കുന്നു, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതുപോലെ മീതെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ കുരുമുളക് പൊടി ഇടുക. ഉപ്പും കുരുമുളക് പൊടിയും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മുട്ട ദോശ തയ്യാറായിട്ടുണ്ട്. സിമ്പിളാണ് തയ്യാറാക്കാൻ, ഹെൽത്തിയുമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.